മിക്സ് ചെയ്യാവേ നന്നായിട്ട് പറ്റുന്ന പോലെ ചെയ്തോളൂ. അബ്സല്യൂട്ട്ലി ടേക്ക് യുവർ ടൈം. ചെയ്തോളൂ നന്നായിട്ട്, സ്ലോലി ചെയ്തോളൂ, കുഴപ്പമില്ല. ഓരോ കാർഡുകളും ഷഫിൾ ചെയ്യുന്ന സമയത്ത് സംതിങ് യൂണീക്ക് ആയിട്ടുള്ള ഓരോ പൊസിഷനിൽ അറേഞ്ച് ആയിക്കൊണ്ടിരിക്കും. റൈറ്റ്. അപ്പം ഈ ഒരു കാർഡ്, ഓരോ കാർഡും എനിക്കറിയാൻ യാതൊരു വഴിയുമില്ല. റൈറ്റ്. ഇതുപോലെ റിഫിൽ ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് പറയാം. ഓക്കെ, സ്റ്റോപ്പ്. ഈ ഒരു കാർഡാണോ? ഓക്കെ, ആ ഒരു കാർഡിനെ കുറിച്ച് മാത്രം ഒന്ന് ആലോചിച്ചിരിക്കുക. കാണിച്ചു തരണ്ട, വെയിറ്റ് സീക്രറ്റ്ലി. ഓക്കെ, യൂഷ്വലി നമ്മളൊരു മെൻ്റലിസ്റ്റ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ആ ഒരു കാർഡ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഒബ്സർവേഷൻ, അതായത് ഒരു വോയിസ് ഡിറ്റക്ഷൻ ത്രൂ അല്ലെങ്കിൽ ഒരു ഐ കോൺടാക്റ്റ് വെച്ചിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അത് റിവീൽ ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ബട്ട് ദിസ് ടൈം ദാറ്റ്സ് നോട്ട് വാട്ട് ഐ ഡു. ഐ എം ഗോണ ഡു ദാറ്റ് സംതിങ് ഡിഫറെൻറ്റ്. സോ എൻ്റെ ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോണിൽ ജസ്റ്റ് ഇതൊരു സ്ക്രീനാണ് ജസ്റ്റ്. ഓക്കെ, ഈ ഒരു സ്ക്രീൻ ഇവിടെ വെക്കുന്നതായിട്ട് ഈ ഒരു സ്ക്രീനിലേക്ക് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യാം. ടച്ചിൻ്റെ സെൻസേഷൻ കൊണ്ട് എങ്ങനെ ആ ഒരു ഔട്ട്കത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ട്രൈ ചെയ്യുന്നത്. കൈ ഒന്ന് ഹോൾഡ് ചെയ്യാമോ? ഇത് കൈ ഒന്ന് ഇങ്ങനെ ഹോൾഡ് ചെയ്തോ. ഓക്കെ, ആ ഒരു കാർഡിനെ കുറിച്ച് മാത്രം മനസ്സിലാകത്തൊന്ന് ആലോചിച്ചിരിക്കുക. ഈ ഒരു ആ ഒരു കണക്ഷൻ ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ സംതിങ് വിൽ ഹാപ്പൺ. What happened, man? What happened? Is it your card? Yeah. Hey, camera also focus this. Yeah. Audience അത് ക്ലോസ് ചെയ്ത് കാണട്ടെ. അത് എന്ത് ഫോണായി? ഇത് ഫോണായിട്ട് എന്ത് ബന്ധമുണ്ട്? ഇത് ഈ കാർഡ്സ് ഫുൾ എടുത്തോ വീട്ടിലേക്ക്? ഫോണായിട്ട് എന്തോ ഉണ്ട് എന്ന് പറഞ്ഞേ. എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ ചൂസ് ചെയ്ത കാർഡ് എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇതാ എല്ലാ കാർഡ്സും ഡിഫറെൻ്റ് ആണ്. വേറെ ഏതെങ്കിലും കാർഡ് എടുത്തിട്ടുണ്ടെങ്കിലോ? വേറെ ഏതെങ്കിലും കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിലോ ആ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് മാറും. എങ്ങനെയുണ്ട്? പിന്നെ ഓക്കെ.